ജമ്മു കാശ്മീരിലെ രണ്ടിടങ്ങളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. അനന്ത്സാഗറിലും ജമ്മുവിലെ കിഷ്തറിലുമാണ് ഏറ്റുമുട്ടൽ. അനന്ത്സാഗറിലെ ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ നാട്ടുകാരനും മരിച്ചു. ജമ്മു കാശ്മീരിൽ സ്ഥിതി സങ്കീർണമായി തുടരുകയാണ്. അനന്ത്സാഗറിന് പിന്നാലെയാണ് ജമ്മുവിലെ കിഷ്തറിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഇവിടെ 2 ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നാണ് വിവരം. ഇവരെ കണ്ടെത്താൻ ഊർജിത നടപടി തുടരുകയാണ്. ഇവർ ഒളിച്ചിരിക്കുന്ന പ്രദേശം സേന പൂർണ്ണമായി വളഞ്ഞു. അനന്തസാഗറിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൊക്കർ നാഗിലെ അഹ്ലൻ ഗഗർമണ്ഡു വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. ഡോഡ മേഖലയിൽ കഴിഞ്ഞ മാസം സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരരാണ് അനന്ത്സാഗറിൽ ഒളിച്ചിരിക്കുന്നത്. ഇവർ കൊക്കർനാഗ് മേഖലയിലേക്ക് കടന്നതായി സേനയ്ക്ക് വിവരം കിട്ടിയതോടെയാണ് ഇന്നലെ തെരച്ചിൽ തുടങ്ങിയത്. ജമ്മു കാശ്മീരിലെ ആനന്ദ്നാഗ് ജില്ലയിൽ ഇന്ന് ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 1 സൈനികനും 2 സാധാരണക്കാർക്കും പരിക്കേറ്റു. അനന്ത്സാഗ് ജില്ലയിലെ അഹ്ലൻ ഗഡോലിലാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് പോലീസ് പറയുന്നു. കൊക്കർനാഗ് സബ് ഡിവിഷനിലെ വനത്തിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടക്കുന്നതിനിടെയാണ് സൈനിക പെട്രോളിംഗ് ലക്ഷ്യമിട്ട് ഭീകരർ ആക്രമണം നടത്തിയത്. വിദേശികൾ എന്ന് കരുതുന്ന ഭീകരരെ തുരത്താനുള്ള ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് സൈന്യത്തിന്റെ പ്രത്യേക സേന. കഴിഞ്ഞ 1 വർഷത്തിനിടെ കൊക്കർനാഗിൽ നടക്കുന്ന 2ാമത്തെ വലിയ ഏറ്റുമുട്ടലാണ് ഇന്നത്തെ വെടിവെപ്പ്. 2023 സെപ്റ്റംബറിൽ കൊക്കർനാഗ് വനത്തിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിൽ 1 കമാൻഡിംഗ് ഓഫീസറും 1 മേജറും 1 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും ഉൾപ്പെടുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനിൽ തീവ്രവാദികളുടെ വിവേചനരഹിതവും നിരാശാജനകവും അശ്രദ്ധവുമായ വെടിവെപ്പിൽ 2 സാധാരണക്കാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അവർക്ക് ഉടനടി വൈദ്യസഹായം നൽകുകയും കൂടുതൽ ഒഴിപ്പിക്കൽ നടക്കുകയും ചെയ്തു. പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ ആർമിയുടെ ചിനാർ കോപ്സ് ഒരു പോസ്റ്റിൽ പറഞ്ഞു. 2023 സെപ്റ്റംബറിൽ ഭീകരവാദികളുമായി നടന്ന ഏറ്റുമുട്ടൽ 1 കമാൻഡിംഗ് ഓഫീസർ, 1 മേജർ, 1 DSP ഉൾപ്പെടെയുള്ളവർ വീരമൃത്യു മരിച്ചിരുന്നു. അതേസമയം സെപ്റ്റംബർ 30-ന് മുൻപ് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാർ, SS സന്ധു എന്നിവരാണ് മറ്റന്നാൾ വരെ കശ്മീരിൽ തുടർന്ന് വിവിധ ചർച്ചകൾക്ക് നേതൃത്വം നൽകുക. 2024 മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കേന്ദ്രഭരണ പ്രദേശം സന്ദർശിച്ച 3-അംഗ കമ്മീഷനിലെ അംഗമെന്ന നിലയിൽ CEC രാജീവ് കുമാർ രാഷ്ട്രീയ പാർട്ടികൾക്കും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ജനപങ്കാളിത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ശുഭസൂചനയായാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. അടുത്ത ആഴ്ചയാണ് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായിട്ട് 5 വർഷം പൂർത്തിയാകുന്നത്. കഴിഞ്ഞ 10 വർഷമായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. 2019-ൽ ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കി ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു. ശേഷം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയായിരുന്നു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെയായിരുന്നു അത്. എന്നാൽ അതിൽ ജമ്മു കാശ്മീരിന് മാത്രമാണ് നിയമസഭ. ലഡാക്കിന് നിയമസഭ ഉണ്ടാകില്ല എന്നാണ് പുനഃസംഘടനാ നിയമത്തിൽ പറയുന്നത്. ഡൽഹി മാതൃകയിലാണ് ജമ്മു കാശ്മീരിന്റെ നിയമസഭ ഉണ്ടാവുക. ലഡാക്ക് നേരിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭരണത്തിന് കീഴിലാണ്. ലഫ്റ്റനന്റ് ഗവർണർക്കാണ് അധികാരം. 90 സീറ്റുകളാണ് നിയമസഭയിൽ ഉണ്ടാവുക. പാക് അധീന കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിലെ മണ്ഡലങ്ങളും കൂടി പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 83 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2014 നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഖ്യം സംസ്ഥാന സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.